തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KPCC നേതൃമാറ്റത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ അസ്വാരസ്യങ്ങളിൽ UDF ഘടകകക്ഷികൾക്ക് ആശങ്ക. ഇക്കാര്യം ഘടകകക്ഷികൾ KPCC നേതൃത്വത്തെ അറിയിച്ചു. കെ സുധാകരൻ നിലപാട് കടുപ്പിച്ചതോടെ പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിനിടെ ചർച്ചകളിൽ ഇടപെട്ടെന്ന വാർത്തകൾ കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക തള്ളി. KPCCയെ ഇനി ആര് നയിക്കും? ഈ ചർച്ചയിൽ എങ്ങോട്ടും ഒരിഞ്ച് മാറാനാകാതെ ഊരാക്കുടുക്കിലാണ് കോൺഗ്രസ് നേതൃത്വം. അനുനയ നീക്കങ്ങൾ തള്ളി സ്ഥാനത്ത് തുടരാൻ കെ സുധാകരൻ നടത്തിയ നീക്കങ്ങളിൽ ദേശീയ നേതൃത്വവും കുഴഞ്ഞു. കെ സുധാകരനെ പിണക്കി മുന്നോട്ടു പോകുന്നത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അനുനയത്തിന് മുതിർന്ന നേതാക്കൾ സുധാകരനുമായി നേരിട്ട് സംസാരിക്കും. കെ സുധാകരന് പകരം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവ് അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്ന് കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ KPCC അധ്യക്ഷൻ വരുമെന്ന് നേതാക്കൾ ഉറപ്പിക്കുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ആണ് കോൺഗ്രസിന്റെ അന്തിമമായ തീരുമാനം. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും അച്ചടക്കത്തോടുകൂടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് നാളെ ഉണ്ടാകും. കോൺഗ്രസിലെ അനിശ്ചിതത്വത്തിൽ UDF ഘടകകക്ഷികൾക്കും ആശങ്ക. കോൺഗ്രസിലെ പോര് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം അധ്യക്ഷ ചർച്ചയിൽ ഇടപെട്ടെന്ന വാർത്ത കത്തോലിക്ക സഭ തള്ളി. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വ മുഖമാണ് മുഖ്യമെന്ന തലക്കെട്ടിൽ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിലാണ് സഭ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും സഭയുയർത്തി. കണ്ണൂരിലും ആന്റണിയുടെ തട്ടകമായ കോട്ടയം പൂഞ്ഞാറിലും കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം.